നമസ്കാരം. ചാലക്കുടി എപ്പോഴും അത്ഭുതങ്ങൾ, രാഷ്ട്രീയ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ ഒരു മണ്ഡലം കൂടിയാണ്. അത്തരത്തിലൊരു അത്ഭുതമാണ് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇന്നലെ വരെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ശ്രീ ബിജു എസ് ചെറിയത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു കൂടുമാറ്റം? ചാലക്കുടി നഗരസഭയിൽ 5ാമത്തെ തവണ വിജയിച്ച് കൗൺസിലറായ ഒരു വ്യക്തിയാണ് ഞാൻ അതിൽ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുകയാണ്. ഇപ്പോൾ UDF അല്ലെങ്കിൽ കോൺഗ്രസ്സിലുണ്ടായിരുന്ന സമയത്തുള്ള മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുന്നു. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, എൻ്റെ രാഷ്ട്രീയം. ഇപ്പോൾ നമ്മൾ കോൺഗ്രസ്സിലുണ്ടായിരുന്നപ്പോൾ ഒരു പരമാവധി ഗാന്ധിയൻ സിസ്റ്റം ഫോളോ ചെയ്യാൻ, ഒരു ഗാന്ധിയനാവാൻ ശ്രമിക്കുന്ന, നമുക്ക് അങ്ങനെയൊന്നും ആവാൻ പറ്റുന്നൊന്നുമല്ല, ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു ഗാന്ധിയൻ, നെഹ്റു അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയൊക്കെ, അംബേദ്കർ തുടങ്ങിയുള്ള നേതാക്കന്മാരുടെയൊക്കെ ആശയങ്ങളിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചു വരുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു. എൻ്റെ ആ രാഷ്ട്രീയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിച്ച് അവർ ചാലക്കുടിയിലെ അഡ്വക്കേറ്റ് PK ടൂപ്പ്, BD ദേവസി തുടങ്ങി വലിയ മഹാരഥന്മാർ പ്രതിനിധാനം ചെയ്ത ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു അവസരം എനിക്ക് നൽകിയപ്പോൾ അതൊരു വലിയ അംഗീകാരമായി കണക്കാക്കിയാണ്. അങ്ങനത്തെ ഒരു വലിയ അംഗീകാരത്തിന് ഒരു നോ പറയാൻ അത്ര വലിപ്പം എനിക്കില്ല എന്ന് കരുതുന്ന ഒരാളാണ്. പിന്നെ ചാലക്കുടി എൻ്റെ ഒരു വികാരമാണ്. ചാലക്കുടി സ്വപ്നം, ചാലക്കുടിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ അത് സാക്ഷാത്കരിക്കാൻ, അല്ലെങ്കിൽ അതിനുവേണ്ടി 100% പ്രവർത്തിക്കാൻ കിട്ടിയൊരു വലിയ അവസരം, ചാലക്കുടിയിൽ ജനപ്രതിനിധി ആവാനും ചാലക്കുടിക്കാരുടെ സ്വപ്നങ്ങളും ചാലക്കുടിക്കാരുടെ വിഷമങ്ങളും ഒക്കെ അറിഞ്ഞു വന്നിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ അത് ഇനി ദൈവവും ജനങ്ങളും നമുക്ക് അനുവദിച്ചു തരണമെങ്കിൽ 100% അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ളൊരു അവസരം തുറന്നു തന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നലെ വരെ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു. ഇപ്പോൾ മറ്റു പഞ്ചായത്തുകളിലേക്ക് മാറി ജനങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയ വികാരം എന്താണ്? കഴിഞ്ഞ 5 വർഷക്കാലത്തെ മുൻ MLAയുടെ പ്രവർത്തനങ്ങളെ ജനങ്ങളെ എങ്ങനെ പറഞ്ഞാണ് സമീപിച്ചത്? ഞാൻ ഈ വലിയൊരു വികാരത്തോടെ അവർ നമ്മളെ കാണുന്നത് ഒരു പ്രതിനിധിയായിട്ടാണ്, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലക്കുടി ഒരു വലിയ വികസന സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു. BD ദേവസി MLA ഉണ്ടായിരുന്നു. ഒരു 15 വർഷക്കാലം മുടങ്ങിക്കിടന്നതെല്ലാം പുനർനിർമ്മിക്കുകയും പുതിയതായിട്ട് ഒത്തിരിയേറെ പദ്ധതികൾ കൊണ്ടുവരികയും അങ്ങനെ വലിയൊരു വികസനത്തിൻ്റെ വെളിച്ചമുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷം ആ വെളിച്ചം വളരെ മങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾക്ക് വീണ്ടും ആ വികസന പാതയിലേക്ക് വരണം, അല്ലെങ്കിൽ കൂടുതൽ കേരളം മൊത്തത്തിൽ നടക്കുന്ന വികസനങ്ങൾ ചാലക്കുടിയിലേക്കും കൊണ്ടുവരണം എന്നുള്ള ഒരു ആവേശം തീർച്ചയായിട്ടും ജനങ്ങളിൽ ചെന്ന് കാണുമ്പോൾ അവരൊക്കെ നമ്മളെ അറിയുന്നവരാണ്. ഇപ്പോൾ ചാലക്കുടി നഗരസഭയിലായാലും പുറത്തായാലും മറ്റു രീതിയിലൊക്കെ അറിയുന്ന ആളുകളൊക്കെ ഈ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചുകൊണ്ട് വലിയ ആവേശമാണ് നമുക്ക് നൽകുന്നത്. ആ ആവേശം ശരിക്കും വലിയൊരു പ്രചോദനമാണ് എനിക്ക്. തീർച്ചയായിട്ടും ചാലക്കുടിക്കാരുടെ സ്നേഹം ഞാനിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചാലക്കുടിക്ക് വേണ്ടി ബിജു എസ് ചെറിയത്തിൻ്റെ മനസ്സിലുള്ള പാർട്ടിയും മുന്നണിയൊക്കെ മാറ്റിയെടുത്തു? ചാലക്കുടിക്ക് വേണ്ടി വയ്ക്കാനുള്ള എന്തെങ്കിലും വികസന പദ്ധതികളുണ്ടോ? തീർച്ചയായിട്ടും ചാലക്കുടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, തൃശ്ശൂരിനും എറണാകുളത്തിനും ഇടയ്ക്കുള്ള വലിയ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ട്രെയിനായാലും നാഷണൽ ഹൈവേ ആയാലും നമ്മുടെ അതിരപ്പള്ളി, വാഴച്ചാൽ തുടങ്ങി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, അതുപോലെ ഓരോ പഞ്ചായത്തിലും നഗരസഭയിലും ഒക്കെ തന്നെ വികസനത്തിന് വലിയ സാധ്യതയുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ടൂറിസ്റ്റ് എടുക്കണമെങ്കിൽ നമുക്കറിയാം ഒരു വലിയ ഡെസ്റ്റിനേഷനാണ് അതിരപ്പള്ളിയും അതുപോലെ തന്നെ വാഴച്ചാലും തുടങ്ങി നമ്മുടെ മലയോര പ്രദേശങ്ങൾ വലിയൊരു ഡെസ്റ്റിനേഷനാണ്. ആ ഡെസ്റ്റിനേഷനോടൊപ്പം തന്നെ എല്ലാ പഞ്ചായത്തുകളിലും ഇതേപോലത്തെ നഗരസഭയിലും പഞ്ചായത്തുകളിലും ഇതേപോലെ ടൂറിസം ഉണ്ട്. അപ്പോൾ ഒരു സമ്പൂർണ്ണ സർക്യൂട്ട് ഇവിടെ വരുന്ന ഒരാൾക്കാർക്ക് നമ്മളൊരു അതിരപ്പള്ളി ടൂറിസം പാക്കേജ് എന്ന് പറഞ്ഞ് നമ്മുടെ 8 ഒരു മുനിസിപ്പാലിറ്റിയും 7 പഞ്ചായത്തും അടങ്ങുന്ന ഒരു ടൂറിസം പാക്കേജ് കൊണ്ടുവന്നുകൊണ്ട് ഇവിടേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യാനും ആളുകൾ ഇവിടെ വരാനും ഈ സൗന്ദര്യം അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും നൂതനമായി, ഇപ്പോൾ അതിരപ്പള്ളിയാണെങ്കിൽ പാർക്കിങ്ങും അതുപോലെ നൂതനമായ ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങി എലിവേറ്റർ തുടങ്ങി ഒത്തിരിയേറെ ആശയങ്ങളുണ്ട്. ആളുകൾക്ക് മലയൊക്കെ കയറി പോകാൻ പറ്റാത്തവർക്ക് ആ രീതിയിലേക്ക് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലൊക്കെ അങ്ങനെ കുറേ ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ടൂറിസം പോലും ഇപ്പോൾ തുമ്പർമൊഴിയിലൊക്കെ ഉണ്ടായത് തന്നെ മൊത്തത്തിൽ ഡൗണായിപ്പോയി. ആ രീതിയിൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ, അവർക്കിത് വന്ന് എൻജോയ് ചെയ്യാനും, അതിനോടൊപ്പം ഈ പഞ്ചായത്തുകളിലൊക്കെ ഇതേപോലെ നല്ല സ്പോട്ടുകളുണ്ട് ഓരോ സ്ഥലത്തും. ആ സ്പോട്ടുകളോട് ഇതിനോട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു സർക്യൂട്ട്, ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ തന്നെ ഒരു ടൂറിസം സർക്യൂട്ട് ഡെവലപ്പ് ചെയ്യണം. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ചാലക്കുടി പുഴ ഞങ്ങളുടെയൊക്കെ അഡ്രസ്സും ഞങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ഹൃദയത്തിലുള്ള ഒരു സ്നേഹത്തിൻ്റെ പുഴയായിരുന്നു.
ഇതൊരു ഭീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ പറമ്പിക്കുളം ആളിയാർ കരാറുണ്ട്. അത് ഇപ്പോൾ 2 പ്രാവശ്യം പുതുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞാണ്. എന്തെങ്കിലും സാധ്യതകൾ അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇപ്പോഴത്തെ പ്രകൃതിയുടെ ഇപ്പോഴത്തെ മാറിയ സാധ്യത അനുസരിച്ചിട്ട് ഇത് ആളിയാർ പറമ്പിക്കുളം ആളിയാർ കരാറ് റിവൈസ് ചെയ്ത് മാറ്റേണ്ടതാണ്. ഇപ്പം മാറ്റാത്തതുകൊണ്ട് നമ്മൾ ചാലക്കുടി പുഴ തീരത്തുള്ള ആളുകൾ അത് സഹിച്ചുകൊണ്ടിരിക്കുക. അതിനുള്ള സാധ്യതകളിൽ ആത്മാർത്ഥമായിട്ട് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും അതിൻ്റെ റിവിഷൻ. പിന്നെ ഓഫ് കോഴ്സ് ഈ പെരിങ്ങൽകുത്ത് ഡാമിൻ്റെയൊക്കെ റൂൾ കർവുണ്ട്. വെള്ളം എവിടെ വെച്ച് തുറന്നു വിടണം, അതൊക്കെ ഇപ്പോൾ 419 424 അതിൻ്റെ ഹയസ്റ്റ് ലെവൽ. അത് 415 കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു രീതിയിൽ മറ്റു ഡാമുകൾ തുറന്നാലും ഒരു കുഷ്യൻ കിട്ടുന്ന രീതിയിലേക്കുള്ള സാധ്യതകളൊക്കെ KCB ഒക്കെ ആയിട്ട് ചർച്ച ചെയ്ത് കൊണ്ടുവരുന്നതിനുള്ളൊരു ആത്മാർത്ഥ പ്രവർത്തനം തുടങ്ങി ഇത്തരത്തിലുള്ള ചാലക്കുടിക്കാരുടെ മെയിൻ കാര്യങ്ങളുണ്ട്. ഒത്തിരിയേറെ ഉണ്ട്. ഞാനിപ്പോൾ ഓരോന്ന് വേണ്ടി പറഞ്ഞത് ഞാൻ പെട്ടെന്ന് മനസ്സിൽ വന്ന 2 കാര്യം പറഞ്ഞു എന്ന് മാത്രം. തീർച്ചയായിട്ടും നാഷണൽ ഹൈവേയുടെ സാധ്യത, റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾ നിൽക്കാത്തതുകൊണ്ട് റെയിൽവേ നമുക്കൊരു ഗുണകരമാവുന്നില്ല. കുറേ ട്രെയിനുകൾ കൂടി നിർത്താനുള്ളൊരു സാധ്യത, അതൊക്കെ ആ രീതിയിൽ ചാലക്കുടിയുടെ ഇവിടെ കലാകാരന്മാർ കലാഭവൻ മണി, ജോസ് പല്ലിശ്ശേരി തുടങ്ങി ലോഹിദാസ് തുടങ്ങി സുന്ദർദാസ് തുടങ്ങിയുള്ള വലിയ കലാകാരന്മാർ ഇപ്പോൾ കലാതരത്തിൽ ഇപ്പോൾ നമ്മുടെ കലാഭവൻ മണിയുടെ പേരിലുള്ള സ്മാരകം പണിത് ഇവിടെ വലിയൊരു ഫോക്കുലർ അതിൻ്റെ ഒരു തലസ്ഥാനമായി ചാലക്കുടി മാറേണ്ടതാണ്. അത് എത്രയും കൊണ്ടുവന്ന് ആ ഒരു ഫോക്കുലർ ആർട്സിൻ്റെ ഒരു തലസ്ഥാനമായി ചാലക്കുടി മാറ്റുക. ഫുട്ബോളിൻ്റെ ചാത്തുണ്ണി സാറിൻ്റെയും PV രാമകൃഷ്ണൻ്റെയൊക്കെ ഒത്തിരിയേറെ ഫുട്ബോൾ പ്ലേയേഴ്സുള്ള ഒരു സ്ഥലമാണ്. ഫുട്ബോളും മറ്റു കായിക കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് തുടങ്ങിയ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ചാലക്കുടിയിൽ ഒത്തിരിയേറെ ആളുകളുണ്ട്. എല്ലാവരും ഇതിൽ എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് ചാലക്കുടി വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. തീർച്ചയായിട്ടും അതിന് LDFൻ്റെ മുന്നണിയുടെ വലിയ ഒരു സഹായം, അല്ലെങ്കിൽ 3ാം സർക്കാർ വരുമ്പോൾ അതിന് വലിയ ഒരു സപ്പോർട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ ചാലക്കുടി വളരെ നേരിയ ഭൂരിപക്ഷം 1021 വോട്ടിനാണ് തൃശ്ശൂർ ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലും LDF വിജയിച്ചപ്പോൾ ചാലക്കുടി മാത്രമാണ് കൈവിട്ടു പോയത്. ഇത്തവണ എത്ര ഭൂരിപക്ഷത്തോളം തിരിച്ചു പിടിക്കാമെന്നാണ് പ്രതീക്ഷ? തീർച്ചയായും ഞാൻ അങ്ങനെ ഒരു കൃത്യം അവലോകനം ചെയ്യാനൊന്നും എനിക്കൊരു സമയം കിട്ടില്ല. പെട്ടെന്നുള്ളൊരു തീരുമാനം വന്ന് പെട്ടെന്ന് പ്രവർത്തനം തുടങ്ങി അങ്ങനെ ഒരു അവലോകനമൊന്നും ചെയ്തിട്ടുള്ള വ്യക്തിയല്ല. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ 10-15 ദിവസത്തെ പ്രവർത്തനം കൊണ്ട് നമുക്കറിയാം വലിയ ആവേശമാണ് ജനങ്ങളാണ്. ഒരു വൻ ഭൂരിപക്ഷം ഞാൻ ആ രീതിയിലേക്കുള്ളൊരു ആവേശം ചാലക്കുടിക്കാർ കാണുന്നുണ്ട്. ചാലക്കുടിക്കാരിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും ചാലക്കുടിക്കാരിൽ നിന്നും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ടുള്ള എൻ്റെ കണക്ഷനും കാര്യങ്ങളും നമ്മുടെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടുള്ളതായിരിക്കണം അവർക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. ഒരു മാറ്റം ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷ അവരിന്ന് കാണുന്നുണ്ട്. അപ്പോൾ വിജയം വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാ ആശംസകളും നേരുന്നു. ആയിക്കോട്ടെ, നന്ദി.